അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മൾ കേരളത്തിലിപ്പോൾ ഒരു ഹിജാബിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയം പറയലും രാഷ്ട്രീയം പറയലും വിദ്യാഭ്യാസ മന്ത്രിനെ തീവ്രവാദിയാക്കലും വർഗീയവാദിയാക്കലും അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കേരളത്തിൽ ലീഗിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിൻ്റെ കുറേ നേതാക്കന്മാരുണ്ട്. ഒരു 5-6 ദിവസമായിട്ട് കേരളത്തിൽ വലിയൊരു കോലാഹലം നടക്കുകയാണ്. പക്ഷേ നമ്മളെ ലീഗിൻ്റെ നേതാക്കന്മാരെ ആരും പുറത്തേക്ക് കാണുന്നില്ല. അപ്പോൾ എല്ലാ നേതാക്കന്മാരും പല രൂപത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രശ്നം നടന്ന ഉടനെ കോൺഗ്രസിൻ്റെ 1-2 ആളുകൾ ഇടപെട്ടിട്ട് അതിനെ കലക്കിയിട്ട് അവർ പോവുകയും ചെയ്തു. ആരോ ശിവൻകുട്ടിയെ പോലെ തന്നെ ഇന്ത്യൻ്റെ ഭരണഘടന മനസ്സിലാക്കുന്ന ആളുകൾ ഈ തട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ സ്കൂളിൽ പോയിട്ട് എന്തോ പറഞ്ഞതിന് വേണ്ടിയിട്ട് അതൊരു തീവ്രവാദ സംഘടന വന്നിട്ട് ഇടപെട്ടിട്ട് അതിനെ ഒരു വർഗീയവൽക്കരിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വന്നാൾ അവിടെ കുറച്ച് കലക്കി വെച്ചിട്ട് പോയി. അതിനുശേഷമാണ് വലിയ ചർച്ച വിഷയം കൂടുതലായി. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് BJP-ക്കാരും അതിൻ്റെ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ആളുകളും മുതലെടുപ്പ് നടത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാവ് ശിവൻകുട്ടി സാറ് ഇന്ത്യൻ്റെ ഭരണഘടന നിലനിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ് തട്ടോടിച്ച് പഠിച്ചോട്ട്, പിന്നെ അവിടെ പഠിക്കുന്നില്ലെങ്കിൽ വേറെ പോയി പഠിച്ചോട്ടെ, അതിനുള്ള അനുവാദം കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം നിലവിൽ നടത്തുന്ന സ്കൂളുകളെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ വർഗീയവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശിവൻകുട്ടി സാറ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു വെള്ളക്കൊപ്പായിട്ട് ഒരു ചങ്ങായി എന്നിട്ട് പറയുന്നത് ശിവൻകുട്ടി വർഗീയവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളെ ലീഗിൻ്റെ നേതാക്കന്മാർ ആരും ഒന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടത്തിൽ, ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള രൂപത്തിൽ അവരിങ്ങനെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആദ്യം ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം വെച്ചെങ്കിൽ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമ്മൾ കുഞ്ഞാക്കുട്ടി സാഹിബിൻ്റെയും PM സലാമിൻ്റെയും. ഒന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടേ? ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം SFI നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ SFIയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരും ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി, ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി, പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുക. വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സെപ്ഷനിലായ, സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി. അസഹിഷ്ണുതയുടെ ഒരു വലിയ കണ്ടില്ലേ എങ്ങനെയാന്ന് പറഞ്ഞത്? ഞങ്ങൾ പഠിക്കുകയായിരുന്നു. എങ്ങനെ ഈ ഉത്സവ പറമ്പിലും ഉറൂസൊക്കെ നടക്കുന്ന പറമ്പിലൊക്കെ ഉണ്ടല്ലോ സാധാരണ തണ്ണിമത്തം മുറിച്ച് വെച്ചിട്ട് 10 രൂപ ദാഹം മാറ്റി ക്ഷീണം മാറ്റി എന്ന് പറയുന്ന മാതിരി അതിനെ വീണ്ടും പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി നിർത്തി. യഥാർത്ഥത്തിൽ ഈ വിഷയം പറയാനല്ല വന്നത് മൂപ്പർ വന്നതിന് PM സലാം പറഞ്ഞല്ലേ രണ്ടാമത്, അതിനാന്ന് തോന്നുന്നത്. അപ്പം അതിനോട് കൂടിയിട്ട് പറഞ്ഞില്ല ഞങ്ങൾ പഠിക്കുന്നുണ്ടായതല്ല അത്. കൂടുതൽ ആളുകളും അതിന് അനുകൂലമായിട്ട് പറയുന്നുണ്ടോ എതിർപ്പ് പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടി കാത്തു നിന്നത്. എന്നിട്ട് നമുക്ക് പറയാം ആ ഭാഗത്തേക്ക് കൂടാന്ന്. ഇപ്പോൾ എല്ലാവരും ഈ സ്കൂൾ ചെയ്ത് തെറ്റെന്ന് പറയുന്നിടത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു മാറ്റി. ഇതാണ് നമ്മൾ ലീഗിൻ്റെ അണികൾ മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ ആൾ മുന്നേ പോയിട്ട് കലക്കിയിട്ട് പോയിട്ടുണ്ട്, മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെയാണ് PM സലാമിന് കൊടുത്തത്. ഇന്ത്യയെ കേരളത്തിൽ 1-2 സ്ഥലത്ത് എന്തോ DYFൻ്റെ ആൾ കയ്യിൽ വെച്ചിട്ടുണ്ടായ സ്ഥാനങ്ങൾ MSFൻ്റെ ആൾ തൂത്തുവാരി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞമ്മ ഈ ഇരിപ്പിൻ്റെ കസാല പോയി പോകണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലാതെ ഈ ഒരാഴ്ച നടക്കുന്ന സംഭവത്തിനെ പറ്റി എന്താണ് കുഞ്ഞാലിക്കുട്ടിക്ക് പഠിക്കാനുള്ളത്? അതിന് മൂപ്പർ പറഞ്ഞു കണ്ടില്ലേ, ഇത് കേരളത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് നടക്കുന്നത് ഇത് കേരളത്തിൽ അല്ല. കാരണം മൂപ്പർക്ക് എന്തെങ്കിലും പരിപാടി വെച്ചെങ്കിൽ തല നനയാതെ കണ്ട് മീൻ പിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ലീഗിൻ്റെ നേതാക്കന്മാരുടെ അവസ്ഥ ചെയ്യുന്നത്.
ആരെടുത്ത് അവർ വടക്കായിക്കൂടാ. കാരണം ആരും എന്നെ പൊട്ടെന്ന് പറഞ്ഞത് കേരളത്തിൽ പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ആരെന്ത് നല്ലത് പറഞ്ഞാലും വടക്ക് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അതിൽ രണ്ടഭിപ്രായം പറയുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. അപ്പോൾ അതല്ല, ഞങ്ങൾ പഠിക്കുകയായിരുന്നു എത്ര ആയത്തിലതുണ്ട്. അങ്ങനെ ആയത്തിൻ്റെ കുഴീൻ്റെ ഇതുണ്ട്, കുഴി ആയത്തിൽ അളന്ന് നോക്കിയ ശേഷം പറയാമെന്ന് പറഞ്ഞ് 30 എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെ ലീഗിൻ്റെ നേതാക്കന്മാരുടെ ഇന്നത്തെ അവസ്ഥ. കേരളത്തിൽ ഇന്ന് ലീഗിൻ്റെ അണികളുണ്ട്, പക്ഷേ ലീഗിന് നേതാക്കന്മാരുണ്ടോയെന്ന് സംശയമുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ നമ്മളെ കൊണ്ടുപോകുന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുഞ്ഞാലിക്കുട്ടി പഠിക്കുകയായിരുന്നു എന്നുള്ളത്. കാരണം ഇവിടെ എന്ത് നടക്കില്ലല്ലോ മുമ്പ്, കേരളത്തിലൊന്നും നടക്കില്ല. കാരണം ഇവരുള്ളത് കൊണ്ടൊന്നും നടക്കാത്തത്. അടുത്ത ഭരണം കൂടെ പോകുമെന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട്. കാരണം ഇപ്പം തന്നെ വർഗീയ ഭൂരിപക്ഷത്തിലാണ് പിണറായി ഭരിക്കുന്നത്. ഇതിനെ മറച്ചിട്ടിട്ട് ആ സീറ്റിൻ്റെ കുറച്ചിട്ട് എന്തില്ലെങ്കിലും 70ൻ്റെ മുകളിൽ ഒരു 71 പോലും കഴിയണം. ഇപ്പം വർഗീയ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഭരിക്കുന്നുള്ളത് ആര്? നേരെ പകുതിയിലൊന്നല്ല ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി. ആ ജാസ്തിയുള്ള സീറ്റിനെ മറിച്ചിട്ടിട്ട് പോകണം ഇവരെൻ്റെ ഭരണത്തിൽ വരാൻ. കേരളത്തിലാണെങ്കിലോ ഒരൊറ്റ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊന്നും നേരെയില്ല. എല്ലാവരും അപ്പുറം ഇപ്പുറം കാലുവാരുന്നുള്ളത്, തമ്മല്ല അടി. ഇവരാണെങ്കിലോ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള മട്ടത്തിൽ ഒരു പള്ളക്കേന് ഒതുങ്ങി നിന്നിട്ട് ഏടിയോ DYFൻ്റെ രണ്ടെന്തോ സ്ഥാനമാനങ്ങളെന്തോ MS പിടിച്ചെടുത്തപ്പോൾ അതിനൊരു പ്രസ്താവന, ഒരു പത്രസമ്മേളനം നടത്തണം എന്ന് തോന്നിയത് കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും PMS എല്ലാം വന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ കുറേ മൈക്രോഫോൺ ഇങ്ങനെ വെച്ചിട്ടായിട്ട് വത്തക്കച്ചവടം, ക്ഷീണം മാറ്റി ദാഹം മാറ്റി എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നത്. ലീഗിൻ്റെ നേതാക്കന്മാർ നമ്മൾ ഇന്നത്തെ അവസ്ഥ ലീഗിൻ്റെ അണികൾ തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവരെ ഒരു പ്രവർത്തനവും ഈ സമുദായത്തിന് വേണ്ടിയില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കേരളത്തിൽ എന്തെല്ലാം നടന്നു, എന്തിനെങ്കിലും ഒന്നിന് കോൺഗ്രസിൻ്റെ ആളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ പദ്ധതിയുടെ, എന്താണ് കോൺഗ്രസിൻ്റെ നയം, എന്താണ് കോൺഗ്രസ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സംരക്ഷണം. എന്നിട്ട് ശിവൻകുട്ടിനെ പോലത്തെ ഒരാൾ നന്മ ചെയ്തപ്പോൾ അതിന് കുറ്റം പറയണം എന്നാണ് ഇവർ തോന്നുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഇവർ ഈ പത്രസമ്മേളനം നടത്താൻ ലീഗിൻ്റെ നേതാക്കന്മാർ വന്നതെന്നറിയോ? ശിവൻകുട്ടിക്ക് അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ. അത് കണ്ടിട്ടാണ് ഇവർക്ക് ഒറ്റ തോന്നി, ഇത് ഞമ്മോ നാളെ ഒറ്റപ്പെട്ടാണെങ്കിൽ ആയിപ്പോവോ എന്നുള്ളൊരു ചിന്താതി വന്നപ്പോൾ ഒരു പത്തക കച്ചവടം കൊണ്ട് വന്ന് 10 റുപ്യ ദാഹം മാറ്റി ക്ഷീണം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ സീറ്റ് കുറച്ച് കുറഞ്ഞാലും എന്നെ സംബന്ധിച്ചോളം മനസ്സിലാകുന്നത് മൂന്നാമതും മാർക്സിസ്റ്റ് പാർട്ടി വരുന്നതാണ്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ചില കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ അതിനൊരു പ്രചരണം നടത്തിയല്ല, അതിനും വേണ്ടി സംസാരിക്കുന്നല്ലാതെ കണ്ട് എന്ത് വേണം, എങ്ങനെ വേണം കേരളത്തിന് രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടതെന്ന് എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയം ഇവരിലുണ്ടോ? കോൺഗ്രസിൻ്റെ ലീഗിൻ്റെല്ലോ. അപ്പം അടുത്ത മന്ത്രിസഭ വരുന്നിട്ട് കാത്തിക്കണ്ടൂരും നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ആര് മുഖ്യമന്ത്രിയാണോ, ആര് ആഭ്യന്തരമന്ത്രിയാണോ, അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത്. യഥാർത്ഥത്തിൽ അടുത്ത മന്ത്രിസഭയൊന്നും കേരളത്തിൽ കിട്ടാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഇവരെ കഥയൊക്കെ ഈ രൂപത്തിലാണ് പോകുന്നത്. ഇവർ തമ്മിൽ കാലുവായിരുന്നല്ലാതെ കണ്ട് തമ്മിൽ അടിപിടിയാക്കുന്നതല്ലാതെ കണ്ട് എവിടെയാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യയിൽ ഒരു പുരോഗതിയുള്ളത് ഇപ്പോൾ നിലവിൽ? എവിടെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നുള്ളത്? തമ്മിൽ അഭിപ്രായം പറയും, ഭിന്നിച്ച് നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തമ്മിൽ കാര്യമായിട്ട് പരാജയപ്പെടുത്തും. അത് തന്നെയാണ് വരാൻ പോകുന്നത്. എൻ്റെ അടുക്ക് വെള്ളാപ്പള്ളിനെ പോലത്തെ ഒരാളെല്ലാം വർഗീയ കാർഡ് ഇറക്കിയിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്.
പക്ഷെ ഇവർ ഒന്നും അറിയാതെ പോലെ അടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അടുത്ത മൂന്നാമത്തെ ഭരണവും കൂടിയും ചെറിയ ഭൂരിപക്ഷത്തിലും കൂടെ മാർക്സിസ്റ്റ് പാർട്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഏതായാലും ബത്തക കച്ചവടം നടക്കട്ട്. തെറ്റുവിട്ടാണ് ക്ഷമിക്കണം. അടുത്ത് വിളിക്കാവുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.